ആകെ നശികുശിയായി കിടക്കുകയാണ്. ഇത് കണ്ടില്ല നിങ്ങൾ? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ തവണ വെച്ച വാഴ കേട്ടോ. മിറ്റൊക്കെ ആകെ കാട് കയറി ആകെ കുളമായി കിടക്കുക. കേട്ടോ നോക്ക്, ഫുള്ള് പുല്ല് നിറഞ്ഞു മിറ്റം വഴി. നമ്മളിവിടെ താമസം ഇല്ലെങ്കിലുള്ളൊരു അവസ്ഥ ഉണ്ടത്. കിണറ്റിലൊക്കെ നോക്കിയേ, ഇതാ കണ്ടില്ല, ഫുള്ള് പുല്ല്. ഈ ഇതിനെന്താ പറയാ, പോയല്ലേ എന്താ, ഇങ്ങനത്തെ കാട് മൊത്തം അതിനകത്തൊക്കെ ആയിന്. എല്ലാം വൃത്തിയാക്കലാണ് ഇന്നത്തെ പരിപാടി. മിറ്റത്തെ പുല്ലൊക്കെ പറിക്കണം, പിന്നെ ഒക്കെ പറിച്ച് തെങ്ങിന്റെ ഒട്ടിക്ക് ഇടുക. പിന്നെ തെങ്ങിന് കുറച്ച് വളം ഇടാണ്ട് ചാണകപ്പൊടി എല്ലാം കൊണ്ടുവന്ന് ഞങ്ങൾ ഒരാഴ്ച ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു അവസ്ഥയാണ് ഇപ്പൊ. മൊത്തം നാഗ നസി കുസിയായി കിടക്കാണല്ലേ. പിന്നെയാണ് പെരുമഴ. മഴ പറഞ്ഞാൽ മഴ, നിക്കാത്ത മഴ. മലപ്പുറം ജില്ലയിലൊക്കെ ഫുള്ള് മഴ എന്ന് പറഞ്ഞാൽ പെരും മഴ. കാസർഗോഡ് ജില്ലയിലും മഴ കൊണ്ട് നമ്മള് നേരെ ഇങ്ങോട്ട് പോകുന്നില്ലേ. ഇവിടെ നോക്കുമ്പോ ഇവിടെ അതിലും വലിയ മഴ. അപ്പൊ തുടങ്ങിക്കോ, നന്നാക്കണം, നന്നാക്കി എല്ലാം വൃത്തിയാക്കണം. തെങ്ങിന്റെ ചോട്ടിക്ക് ഇടണം. തെങ്ങിന്റെ കുറച്ച് വളം കൊണ്ടുവന്ന് വെച്ചാൽ ഫുള്ള് കൊതുക്, പിന്നെ അത് ഇത് പട്ടികള് അങ്ങനെ കൊറേ നിറഞ്ഞ് അല്ലേ. അതിലൊക്കെ കിണറൊക്കെ നോക്കി, കിണറിന്റെ അകത്ത് ഈ കാടെല്ലാം മുറിച്ച് കളയണം. ഇതിന്റെ ഈ ഭാഗത്തേക്കുള്ള ഇവിടെ ഫുള്ള് കാനലായിന്. ഇതെല്ലാം അതൊക്കെ ചക്കപ്പഴത്തിന്റെ മരമാണ്. ഇത് ഇല വീഴലും കാനലും ഒക്കെ പാടെ അവിടുത്തെ വാഴ വളർന്നിട്ട് തന്നെയല്ല, വെച്ചപ്പുള്ള മാരിക്ക് തന്നെ ഉണ്ട്. ബാക്കിയുള്ളതൊക്കെ 2 ആളടി ഹൈറ്റ് ആയിന്. അപ്പൊ ഇതിന്റെ കമ്പെല്ലാം കുറച്ച് വെട്ടി മാറ്റണം. പിന്നെ ഈ സൈഡിൽ കൂടെ ഫുള്ള് അടിച്ചു വാരി ഈ പഴയ ഇല വീണൊക്കല്ലേ ചീനി കിടക്കണത്, അതൊക്കെ അടിച്ചു വാരി കൂട്ടിയിട്ട് മൊത്തം വൃത്തിയാക്കണം, കളയണം. അതാണ് ഇന്നത്തെ പരിപാടി. അമ്പഴങ്ങ ചാടുന്നുണ്ട്. അമ്പഴങ്ങ അത് നാരായിക്കാണോ പറ്റൂല. ആ മൂത്തിന് പഴുക്കാനൊന്നും ആയിട്ടില്ല. നോക്ക്, നാരങ്ങ, ചെറുനാരങ്ങ. ഇത് സാധാരണ ചെറുനാരങ്ങ മാരിക്കല്ല, നല്ല രുചിയുള്ളതാ. ഉള്ളില് നല്ല ഓറഞ്ച് ജ്യൂസ് അടിക്കുന്നത്, ഓറഞ്ച് കളർ. ഇതാകും ഇനി ഞങ്ങളിവിടെ വന്നപ്പോ കൊറേ സംഭവങ്ങൾ കൊണ്ട് നട്ടായിരുന്നു. ഇതെന്തായിരുന്നു? റംബൂട്ടാന്റെ തൈ. ഒരു വള്ളിന്റെ ആ വള്ളി അടുത്ത് കളയാൻ നേരം അതിന്റെ തലണ്ട് പൊട്ടി. ഇതൊക്കെ തണ്ടൊക്കെ തല പൊളിച്ച് ഞാൻ പൊട്ടിച്ച പൂ വിരിയില്ലേ, നീണ്ടു നീണ്ടു പോവാ. അപ്പൊ ഇനി ഇവിടുന്ന് കിളുത്തിട്ട് പെട്ടെന്ന് മുട്ട വരും. മല്ലിക അതിന്റെ തണ്ടി അവിടെ നടാൻ വെച്ചിട്ടുണ്ട്. സംഭവം കൊറേ സംഭവങ്ങൾ ഞങ്ങൾ കൊണ്ടുപോയി നട്ടായിരുന്നു കേട്ടോ. ഇത് ആപ്പിൾ ചാമ്പക്കാണ്, ചുവപ്പ് കളറ്, നല്ല ടേസ്റ്റ് ഉള്ള അത്. പിന്നെ മാവ് ഇങ്ങോട്ടൊക്കെ വലിയ മാവ്, മാങ്ങ തിന്ന് 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 മടുത്ത് കൊല്ലല്ലേ. ഇഷ്ടം പോലെ കിട്ടി. കൊറേ വീണ് പോയത് കണ്ടത്, മാങ്ങണ്ടി കിടക്കണുണ്ടോ. അപ്പൊ ഫ്രണ്ടിലേക്ക് പിന്നെ ഇങ്ങോട്ടൊന്നും അങ്ങനെ കാട് ആയിട്ടില്ല കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് ചരലൊക്കെ ഇട്ടുണ്ട്, വണ്ടി നിർത്തിയിരുന്ന സ്ഥലമായതുകൊണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ സംഭവങ്ങള്. അപ്പൊ ഇനി ഇങ്ങോട്ട് വാ, നടക്കാൻ സ്ഥലമല്ല, വണ്ടി നിർത്തിയിട്ട കാരണം. ഇനി നമുക്ക് മിറ്റം നന്നാക്കലും എല്ലാം കഴിഞ്ഞിട്ട് വേണം ഇന്നത്തെ വളം ഇതൊക്കെ ഇട്ട് കൊടുക്കണം നമുക്ക്. ഞാൻ ഇന്നലെ കുറച്ച് വളം കൊണ്ടുവന്നായിരുന്നു. ഇവിടെ മൊത്തത്തില് ഇത് വാഴക്കിടല്ലേ, വാഴക്കിടണം. പിന്നെ ഇത് തെങ്ങിനും ചാണകപ്പൊടി കേട്ടോ, ചാണകപ്പൊടി ഇഷ്ടം പോലെ. അധികം എടുത്തേക്കാൻ പറ്റൂല, പൊടിഞ്ഞ് മണ്ണായി പോകും. പിന്നെ മതിൽ കെട്ടാൻ വേണ്ടി ഞങ്ങൾ എംബ്രിക്ക് ഇറക്കിയിട്ടുണ്ട്. ഈ കട്ടൻ്റെ അഭിപ്രായം എന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഇതിപ്പോൾ കുറേ ദിവസമായിട്ടോ മഴ കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും കാണില്ലല്ലേ. പായൽ പിടിച്ചിട്ടുണ്ടല്ലേ, പൊടിയണൊന്നുമില്ല, പൊടിയണൊന്നുമില്ലല്ലോ. ഇത് വെള്ളം ചാടി നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഇവിടെ ഈ ഭാഗത്തുണ്ടോ, ഉണ്ടോ തരി പോലെ അവിടെ കുഴിയായില്ലേ. ആ വാർപ്പിന്റെ അവിടുന്ന് വെള്ളം നേരെ വന്ന് ഇങ്ങനെ തറഞ്ഞു വീഴല്ലേ ഷീറ്റ് വന്ന്. ഇത് കണ്ടത് ഈ മാവ് എങ്ങനെ ഉണ്ട്? ഇത് നല്ല രസമുണ്ട്, അധികം ഹൈറ്റ് ഇല്ലാതെ പടർന്നു. നമ്മള് നാട്ടിൽ എന്താ വെച്ചാൽ അടുത്തടുത്ത് വീടുകളൊക്കെ ഉണ്ടാവും കേട്ടോ, ഇഷ്ടം പോലെ അടുത്തടുത്തടുത്ത് വീടുകളായിരിക്കും. ഇനി നമുക്ക് ഈ മാവിനെ കേറാൻ പറ്റും. മാങ്ങ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്, മതിയാവും, അതിനും വേണ്ടി ഉണ്ടാവും. നമ്മള് പിന്നെ അധികം താമസമല്ലല്ലോ ഇവിടെ. ഇനി ഇതാക്കണ ഈ മാവിനെ നമുക്ക് തറയെല്ലാം കെട്ടണം. അതിനൊക്കെ സ്ഥലം ഉണ്ടാകുമല്ലേ, വണ്ടി കൊണ്ടുവന്ന് ഇടലും. വണ്ടി ഇവിടെ കൊണ്ട് ഇടേണ്ടി വരും, അപ്പൊ പറ്റില്ല. ഇതാണ് റോഡ് കേട്ടോ. ഒരേ വീട്ടിൽ നിന്നുണ്ട് ഇറങ്ങുന്നു റോഡ്, അവിടെ തന്നെ കടയുണ്ട്. അതാണ് നമ്മളെ ഇതാണ് വരുന്നത് ശത്രു. ഇഷ്ടംപോലെ ഉണ്ട് പട്ടികളിലെ. കുട്ടികളെ കൊണ്ട് ഭയങ്കര ശല്യമായിട്ടുണ്ട്. ഇനി തുടങ്ങാന്നാല് പോര്, അടുത്ത മഴ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് വേഗം നമ്മളെ പരിപാടി തീർക്കാം. പിന്നെ ആ സൈഡിൽ കുറേ പണികളുണ്ട്. ഇവിടെ കണ്ടില്ല, ഇതൊക്കെ ഞാൻ ചപ്പ് കൂട്ടി നക്കുന്നതായിരുന്നു. ഇനി ഇവിടെ ഇതാക്കണം. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കഴിഞ്ഞ മാസം വെച്ച വാഴയാണ് ഇതെല്ലാം. ഇത് ഞങ്ങൾ മുക്കത്തുനിന്ന് കൊണ്ടുവന്നാട്ടോ. മുക്കത്തെ
മുക്കത്തെ കന്നാണത്. കന്ന് 15-17 തൈ ഉണ്ടായിരുന്നു കന്ന്. ഇതൊക്കെ ഇത് മറ്റേ മിറാക്കിൾ ഫ്രൂട്ടിന്റെ ആണ്. ഇത് വേറെ കാര്യമുണ്ട്, തെങ്ങന്ന് തേങ്ങ വീണുണ്ട് പോകുവോ? അങ്ങോട്ടല്ലേ വീഴുള്ളൂ, മട്ടല്ലേ വീണല്ലേ. അന്നേരത്തേന് ചാടിക്കേണ്ടി വരും, പറക്കേണ്ടി വരും. അല്ല പിന്നെ അവിടെ സപ്പോട്ട തൈ ഒക്കെ ഉണ്ടാക്കി കാനലില് പെട്ടു. അതൊക്കെ കദളിയുടെ ഇതിലെ ചുവന്ന പഴത്തിന്റെ അതിന് നൂർന്ന് വരും. ഇതെന്താണ് സാധനം? അത് എന്തോ ഒരു വളർത്തു ചെടിയാണ്, ഒരു വള്ളിയാണത്. നാള് പിന്നെ അത് ഇറക്കി പറിച്ചിട്ട സാധനം തെങ്ങിന്റെ തൊട്ടിൽ മുളച്ചു. വല്ലാത്ത വള്ളിയാണ്. അതിന്റെ കണ്ണ് പോയിട്ട് കണ്ണിന്റെ കാഴ്ച പോകുന്നു. അതിന്റെ കറ വീണിട്ടുണ്ടെങ്കിൽ തൊലി പൊള്ളി പോയിന്റെ പാട് ഇപ്പോഴും ഉണ്ട് എന്റെ കയ്യിൽ നിന്ന്. ഇവിടെ ഇങ്ങനെ റൗണ്ടിലായിട്ടുണ്ട് ഒരു പാട്. അപ്പൊ ഇനി എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തതേ നമ്മളെ ഞാൻ പേരക്കന്റെ താഴത്തെ കമ്പി ഞാൻ വെട്ടിട്ടോ. ഞാൻ അതിന്റെ പകുതിക്കൽ അവിടെ വെച്ച് വെട്ടണം. നിറച്ചും കായുണ്ട്, വെട്ടാൻ തോന്നുന്നില്ല. വെട്ടിയ കൊമ്പുമലൊക്കെ കായുണ്ടായിരുന്നു. ഉള്ളില് നിറച്ചും പുഴ കിട്ടാ, തിന്നാൻ കിട്ടൂല ഈച്ച കുത്തിയിട്ട്. ബട്ടർ ഉണ്ടായി ചെറിയ തയ്യായിക്ക്. ആ മാവിന്റെ ചോട്ടിൽ ആ മാവിന്റെ കൊമ്പ് കുത്തണം. ആ മാവിന്റെ കൊമ്പൊക്കെ കൊത്തണം. അവിടെ അല്ലെങ്കിൽ കാനലല്ലേ, വെയിൽ കെട്ടണില്ലല്ലോ. കൊതുകൊക്കെ വരുന്നുണ്ടോ? കൊതുകുണ്ടേ, ഉണ്ടോ? കൊതുകാണത്. ഈ ചണ്ടി ഇങ്ങനെ ചീഞ്ഞ് കിടന്നിട്ടേ കരിയേപ്പിന്റെ ഈ താഴത്തൊക്കെ വെട്ടിക്കളയണം. പിന്നെ ഈ മുരിങ്ങനെ പുഴുക്കളുണ്ട്, അത് ഇന്നലെ ഞാൻ പറിച്ചപ്പോഴും ഉണ്ടായിരുന്നു. കാടായി കിടക്കായിരുന്നു വന്നപ്പോ. ഇതൊക്കെ ഞാൻ ഇന്നലെ അല്ലേ പറിച്ചത്? മിഞ്ഞാന്നോ? ഇന്നലെ ഫുള്ള് ഇവിടെ ഒക്കെ ഞാൻ പറിച്ചു കളഞ്ഞതാ. അപ്പൊ എല്ലാരും മഴക്കാലൊക്കെ ആകുമ്പോ പ്രവൃത്തിയിൽ ഏർപ്പെടാല്ലേ നമുക്ക്. ഇനി വേറൊരു കാര്യമുണ്ട്, നമുക്ക് ഈ മുരിങ്ങേന്റെ കൊമ്പെല്ലാം വലിച്ചു പൊട്ടിച്ചിട്ട് ചാടിച്ചിട്ടേ പകുതിക്ക് വെച്ച് മുറിക്കണം അതിനെ. എന്നിട്ട് അതിന്റെ മേലെ പ്ലാസ്റ്റിക് ഇടിച്ചു കിട്ടാൻ. അപ്പൊ അടിയിൽ നിന്ന് ഫുള്ള് കമ്പുകൾ കിളുത്തു വന്നുകൊണ്ട് പുതിയ കമ്പുകൾ ഉണ്ടാവും. ഏണി വെച്ചിട്ട് ഏണി എന്തേലും കോണിയെ വെച്ചിട്ട് കേറിയിട്ട് അവിടുന്ന് വെട്ടണം. എന്നിട്ട് അങ്ങോട്ടോ അല്ലെ ഇങ്ങോട്ടോ മറിക്കണം. സംഭവം പറഞ്ഞ ശരി തന്നെയാണ്. എന്നിട്ട് അതിന്റെ കമ്പ് കുത്തിയിട്ട് പിടിപ്പിക്കണം. അങ്ങോട്ട് മറിയോ? ഇങ്ങോട്ട് അഭിപ്രായം എന്താണ്? മറിയോ? ഇങ്ങോട്ട് ചായ്ക്കണം. നേരെ അവിടുന്ന് ഇങ്ങോട്ട് ചായ്ക്കണം. കയറ് കെട്ടേണ്ടി വരും. കയറ് കെട്ടിങ്ങാണ്ട് ഇങ്ങോട്ട് ചായ്ക്കണം, അല്ലെ തോട്ടിട്ടാണ്ട് വലിക്കുക. ഒന്നും നടക്കൂല. അത് വേറെ ആരെ കൊണ്ടെല്ലാം വെട്ടിക്കേണ്ടി വരും. നമ്മള് വെട്ടിയാൽ ചിലപ്പോ അത് അപ്പുറത്തോ ഇത് പിന്നെ. അപ്പം എന്നിട്ട് കഴിയുമ്പോൾ കുരുമുളകൊക്കെ പിടിപ്പിക്കണം. അപ്പം നഞ്ഞ് പോരെ തുടങ്ങാം. ഇതിന് വളം ഇടണം. ആദ്യം വളം ഇടില്ല. വളം ഇടണം ഞാൻ അതിൻ്റെ ചോടൊക്കെ കൊത്തിയിട്ടാണ്. അപ്പത്തേക്ക് ഇതിന്റെ പണിയൊന്നും നടക്കൂല, പുല്ല് വറക്കലും നടക്കൂല. കിണറൊന്ന് കാണിച്ചു കൊടുക്കണ്ട നമുക്ക്. വെള്ളം കണ്ടോളിട്ടോ. വെള്ളമൊക്കെ ഇഷ്ടം മാറ്റിയത് ഒറ്റൊന്നുമില്ല, ഇതുവരെ വറ്റിയിട്ടില്ല. ഈ പ്രദേശത്ത് എല്ലാരും എവിടെയെങ്കിലും വെള്ളം വറ്റിയുണ്ടെങ്കിൽ ഒക്കെ ഇവിടുന്നാ കൊണ്ടുപോവാ. ഇതിൽ തന്നെ ഇപ്പൊ 2 മോട്ടർ ഉണ്ട്. നേരത്തെ 3-4 മോട്ടറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ 2 ഉള്ളൂ. ഇവിടത്തെയും മേളത്തെ വിട്ടിട്ടോ. ഇത് കൊടംപുളി ഇത് ആകുമോ? അത് കായ്ക്കുന്നൊന്നുമില്ല. അതിനെ കളയേണ്ടി അല്ലെങ്കിൽ വേറെ വെച്ചു കൊടുക്കേണ്ടി വരും. അത് ഒരെണ്ണായിട്ട് കായ്ക്കൂല. അപ്പൊ എന്നാലേ കിച്ചു വർക്ക് തുടങ്ങിക്കൊന്നാ. ഏതാ? ആ തുണി തുടക്കണ സാധനം ഇല്ലേ, ഈ സ്റ്റിക്ക്, ഇതുണ്ട് മാറ്റി വെച്ചിട്ടേ പറക്കണ ചപ്പ് മൊത്തം ഇതിക്ക് ഇടുക. എന്നിട്ട് തെങ്ങിൻ്റെ ഒട്ടിക്ക് ഒന്നിച്ചാണ്ട് കൊണ്ടുപോയി ഇടുക. ഇതാക്കണം. ഇതിക്ക് ഇങ്ങനെ പറിച്ചിട്ടോ ഈ പുല്ലുകൾ. ഇവിടെയൊക്കെ ഞാൻ ഇല്ല, അവിടെ ഉണ്ടായിരുന്നു തേങ്ങ ചേർന്നത്. പുല്ല് പറിക്കാനായിട്ടൊരു സാധനം ഉണ്ട്, ഞാൻ അങ്ങനെ മാന്തിരിക്കണേ. ആണി അടിച്ചിട്ടല്ലേ, പലകേമ ആണി അടിച്ചുകൊണ്ട് വളക്കുക. എന്നിട്ട് അതിമ ഒരു ഇത് കമ്പ് പിടിപ്പിക്കുക. എന്നിട്ട് ഇങ്ങനെ മാന്തുക. അപ്പൊ ഇങ്ങനെ പറഞ്ഞു വരും. ഈ കിണർ ഇപ്പൊ എങ്ങനെ ഇതാക്കുന്നതാണ്? കിണറിന് മറ്റേ വല മേടിച്ചിട്ടാലോ നമുക്ക്. എന്ത് വല? കിണർ മൂടിയിരുന്ന ഒരു വലല്ലേ? ഇതന്നെ പറിച്ചു കളഞ്ഞാ പോരെ. എന്റെ സപ്പോർട്ട് എന്ത് കായ കഴിഞ്ഞില്ലേ? അത് നാളുകൾ പറിച്ചു ഫുള്ള് കൊണ്ടുപോയില്ലേ? 8-10 ഉണ്ടായിരുന്നു വേറെ. അതിന്റെ ഉള്ളില് പറിച്ച് പഴുത്തതേ, കായന്റെ ഉള്ളിൽ പുഴു ഉണ്ടായിരുന്നു. എന്നാ അത് തുടങ്ങാൻ നമുക്ക്. ഇങ്ങനത്തെ തൂകേൻ്റെ ഇല കാണുമ്പോ കൈ ചൊറിയാൻ നിൽക്കരുത് കേട്ടോ. ഇങ്ങനെ ചായച്ച് പിടിച്ചിട്ട് വേണം പറിച്ചു കളയാൻ. ചൊറിയൂല്ലെങ്കിൽ ഒന്ന് ചൊറിഞ്ഞു വെക്കാം, പറിച്ചു വെക്കേ. ഇനി അടുത്ത കാലത്ത് നിങ്ങൾ അതിൻ്റെ ചൊറിച്ചിൽ നിൽക്കില്ല. പറിച്ചോളി. ഈ
ഭാഗത്തുള്ളതൊക്കെ ഞാനും പറിക്കുക, ആ ഭാഗത്തുള്ളത് നിങ്ങളും പറിക്കുക. എളുപ്പം തീരുന്ന. ഞാൻ കിണറ്റിലിറങ്ങി കിണറ്റത്തെ പറിക്കണോ? ഇരുന്നും നിന്നും കിടന്നൊക്കെ പറിക്കേണ്ടി വരും. നിറച്ച് കുഞ്ഞ കുഞ്ഞ പുല്ലുകളൊക്കെ ഉണ്ട്. ആ തൂമ്പായോ? അതാ സൈഡിലുണ്ട്. എവിടെ? ആ വിറക് അടുക്കി വെച്ചതിൻ്റെ മൂലയിലുണ്ട് ആ സൈഡിൽ. ചെറിയ നെയ്യുറുമ്പുക്കൾ ഉണ്ടല്ലോ, ഭയങ്കര വേനയ്ക്ക്. നേരത്തെ വിറകെല്ലാം കൊത്തിയപ്പോൾ കടി കിട്ടി. ഇത് പറിച്ച് കളയാന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ കിളുത്തുണ്ടാവില്ല. ചെത്തി ചെത്തി അരിഞ്ഞ് കളയുകയാണെങ്കിൽ പിന്നെയും തെഴുത്തുണ്ടാവും. അത് പിച്ചു വലുത് വലുതാ പറിക്കണം കേട്ടോ. എല്ലാം പറിക്കണടാ. തീരെ ചെറുത് കിട്ടാത്ത പറിക്കൊന്നും വേണ്ട. ഞാൻ പറിക്കാം. കൂടുതലുണ്ടാവുന്നിടത്ത് വേണേൽ വല്ല ടാർപ്പയും വിരിക്കേണ്ടി വരും. അവിടെ നമ്മളെ കാസർഗോഡ് മൊത്തം അവര് പിന്നെ പറമ്പിലേ മറ്റേ പച്ചനെറ്റ് ഇടലല്ലേ? ആ, അങ്ങനെ കണ്ടിട്ട് കുറേ സ്ഥലത്ത്. കുഞ്ഞ കുഞ്ഞ പുല്ലുകൾ പറിക്കാനാ പണി. അതിങ്ങനെ വരണ്ടിയാ പോരാ മറ്റേതും കൊണ്ട്? എന്തുകൊണ്ട്? തൂമ്പാവുണ്ട്. തൂമ്പോണ്ട് വരണ്ടിയ ഗതിയടല്ലേ? കൈപ്പല വേനിക്കും, ഷോൾഡർ വേനിക്കും. എവിടെ വേനെടുക്കണേ? മണ്ണ് കൂടെ വരും. അപ്പോൾ അത് പിന്നെ വളർന്നിട്ട് പിന്നെ പറിച്ചാലും മതി. പറ്റ ചെറുത് ഞാൻ ഇങ്ങനെ ഉള്ളത് കിട്ടണ അത്രയും പറിക്കപ്പോൾ. അതുകൊണ്ടാവൂലേ ഇപ്പം ഈ മഴക്കാലത്ത് കൊത്തിയാവും മര്യാദക്ക് പോരൂല. വേനൽക്കാണല്ലേ റെഡിക്ക് കിട്ടുള്ളൂ. ഇപ്പം മണ്ണ് ഇങ്ങോട്ട് പോന്നിട്ട് കാന പുളുക്കും കൈ. നിങ്ങളോടൊക്കെ ഉണ്ട് ഇങ്ങനത്തെ അവസ്ഥ? കാടാടാ. കിണറിൻ്റെ ഈ സൈഡിലുള്ള ഈ പായൽ മൊത്തം ഒരു കത്തി എന്തേലും വെച്ച് ചുരണ്ടി കളയണം. ഇത് മഞ്ഞളാ? അതൊക്കെ പറിച്ചതിൻ്റെ ഒട്ടി കിട്ടേ. അതൊക്കെ കസ്തൂരി മഞ്ഞളാ, എന്തൊക്കെയോ മഞ്ഞളാ. അതുകൊണ്ടൊക്കെ എന്തുണ്ടാക്കാനാ? ഇത് വേണ്ട, നല്ല മഞ്ഞളാ അത്. പിന്നെ മഞ്ഞളാണതേ. അതോ മഞ്ഞൾ തന്നെ. അന്ന കളയണ്ട, അടുത്തേര് തെങ്ങിൻ്റെ ഒട്ടി കിട്ടാലും മതി. അവിടെ നോട്ടെന്നാ. ഏതാ? അതിന് അടുത്ത വേനൽക്ക് നമുക്ക് അതിൻ്റെ വിത്തെല്ലാം പറിച്ചെടുത്ത് പൊടിപ്പിക്കാം. അത് ഒരു തൈ ഇവിടെ നട്ട് പോയില്ലേ? ഇത് ഏതാ? കത്തീൻ്റെ പിടിയാണല്ലോ. കത്തീൻ്റെ പിടി. ഇതിന് ഇടാൻ പറ്റുമോ? അത് നന്നാക്കണോർത്ത് കൊണ്ടേ ഇട്ടരും. ഇത് പുല്ലർച്ച. നമ്മളിതിപ്പോൾ പറിച്ചു പോവും. അടുത്ത ആഴ്ച പിന്നെയും കിളിക്കോ? ആ, ഇടയ്ക്കിടയ്ക്ക്. ആ, ഇപ്പം മഴയല്ലേ. ഇനി വെയിൽ വരുമ്പോൾ ഒന്നുകൂടി പെട്ടെന്ന് വളരും. പറ്റ ചെറുത്. വെയിലും മഴയും കൂടി ആകുമ്പോൾ. മഴ പെയ്യട്ടെ. ഒരു ജീവി വെട്ടില് പോലത്തെ സാധനം. ചോറിയുണ്ട്. തുക കൈമ തട്ടിയ ചോറ്. തുകേൻ്റെ എല്ലാം തോരനും ഉപ്പേരിയൊക്കെ ഉണ്ടാവും. മറ്റേ താളിക്കൊക്കെ ചെയ്യും. ഇതാണ്ട് ഊരി എടുത്താലോ നമുക്ക്? എന്താ വല ഊരി എടുത്തിട്ടേ ഞാനിത് സെറ്റാക്കാം. എന്നാ ആക്കിക്കോ. ഞാൻ വേറെ കരകല്ലിൻ്റെ അങ്ങോട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ആ സൈഡ് 2 കമ്പ് കൊത്തി. ഇനി വെയിൽ വന്നിട്ട് വേണം ഇവിടെ ബ്രഷ് വെച്ചിട്ട് വൃത്തിയാക്കാൻ. ഇവിടെ മുളകിൻ്റെ തൈ ഉണ്ട്, ഇത് പറിച്ചിടരുതിട്ടടാ. കാന്താരി തയ്യേ, ഈ തൈ പറിച്ചിടരുത്. ഇത് അവിടെ നോട്ടെ. അപ്പം കാന്താരി തൈ അവിടെ നോട്ടെ.
കളയണ്ട. ഇപ്പോൾ പറിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പോയെങ്കിലോ. കുറച്ച് വളർന്ന കാരണം പറിക്കാൻ എളുപ്പമുണ്ട് അല്ലേ? പുല്ല് കുറച്ച് വലിയതായ കാരണേ വേഗം പറിക്കാൻ പറ്റുന്നുണ്ട്. പറ്റ ചെറുതാകുമ്പോളാ ഇടങ്ങേറ്. കോവയ്ക്ക പഴുത്ത് വീണെടുക്കുന്നുണ്ടല്ലോ. ഈ പ്ലാവുമ്മ കൂടെ കോവയ്ക്ക വള്ളിയുണ്ട്. ഫുള്ള് കാടും കളഞ്ഞ് മതിൽ കെട്ടിക്കഴിഞ്ഞിട്ടേക്ക് കുറേ ചെടികളെല്ലാം നടണം. കാട് അല്ല മതിൽ കെട്ടിക്കഴിഞ്ഞിട്ടേ ചെടികൾ നടണം. നിറയെ പൂക്കൾ വിരിയുന്ന ചെടികൾ കൊണ്ടുവന്ന് വെക്കണം. ഇലച്ചെടികൾ, ചെമ്പരത്തി, തെച്ചി. തെന്നുണ്ട് ഇലകളെല്ലാം വീണിട്ട്. ഈ പ്ലാസ്റ്റിക് ഒക്കെ കാണുകയാണെങ്കിൽ ഇങ്ങോട്ട് മാറ്റിക്കണം കേട്ടോ. അത് കൊടുക്കാനുള്ള കൂടുതലിട്ട് കൊടുക്കാൻ. പ്ലാസ്റ്റിക് കൊടുക്കണ കൂടുതൽ എടുക്കണമല്ലോ. അതിക്ക് കൊയിഞ്ഞാടണ്ട കേട്ടോ. വെള്ളം ഉണ്ടല്ലോ. മറ്റേ ഇതിൻ്റെ കല്ലാണ്, സിമെൻറ്റും കട്ടയാണ്, പിടുത്തുണ്ടാവില്ല. ഏതേ സിമെൻറ്റും കട്ടല്ലേ, പിടുത്തുണ്ടാവില്ലാന്ന്. ഇത് പൊളിയൂലേ? എല്ലാം പാടെ ഒരു പോക്കണ്ട് പോവും. ആ മേലെന്ന് കിട്ടണോടത്ത് ഉണ്ടെങ്കിൽ അങ്ങോട്ടൊന്ന് മുറിച്ചിട്. പിന്നെ മഴ കഴിഞ്ഞിട്ട് പിന്നെ അല്ലാതെ വൃത്തിയാക്കാം. ഇതൊക്കെ സാധനം എന്തേലും ചത്ത് എടുക്കണേൻ്റെതാ? കൂണുണ്ടായതാ? അല്ല, പാമ്പിന്റെ പിന്നെ വേറെന്തോണ്? എന്താണ്? കൂണാണോ പാമ്പിൻ്റെതാണോ? എന്തോ പോയത്. ആ പോട്ടെ, കൂണിൻ്റെ ആണ്. ഇതോ തൊലിയോ? പാമ്പിന്റെ തൊലിയാണോ ഇനി കൂണ് ചീഞ്ഞു പോയതാണോ? പാമ്പിന്റെ തൊലിയൊന്നല്ലത്. കൂണ് ചീഞ്ഞാല് അല്ല. ജന്തുവിന്റെ ആർക്കറിയാം. എന്തേലും എല്ലാം ഉണ്ടാവൂലേ. ഈ ഇതിന്റെ ഇലയൊക്കെ മുറിച്ച് കളയണം കേട്ടോ. മഞ്ഞള് കാടാണ്. അടിയത്തെ കിഴങ്ങ് മാത്രം നിർത്തിയാൽ മതി. ഇതിപ്പോ എങ്ങനെ പറിക്കുന്ന? ഇത് പറിക്കരുത് കേട്ടോ. ഇത് ഒരെണ്ണം പറിച്ചു പോന്നു. പക്ഷെ അതിന് വലിച്ചാ കിട്ടുവോ? വലിച്ചാ കിട്ടൂല. അത് കത്തി കുറച്ച് താഴത്തേക്കാക്കി ആ താഴത്തുനിന്ന് മുറിച്ചാണ്ട് എടുത്താൽ മതി. പിന്നെ ഉണ്ടാവൂലേ? പിന്നെ അവിടെ ആയിക്കോട്ടെ, അത്ര പോന്നാ മതി. ഇല്ലാതെ കവുന്ന് കിടന്നാക്കിയിട്ടുണ്ടെങ്കിൽ അയക്കാണ്ട് പോവും ചിലപ്പോ. പഴയ കട്ടല്ലേ. അമിത് കരാട്ടൊക്കെ എടുക്കണ്ട്. അത് തൂകേൻ്റെ തട്ടി കാണും. ഏതെല്ലാം ഇല ഉണ്ടോ? ഞാൻ ഇപ്പൊ പറഞ്ഞോ തുക. എടാ, കാന്താരി തൈയും കപ്പളങ്ങാ തൈയും പറിക്കരുത്. പറിക്കരുത്. ഇതോ അതെന്തോ കള്ളിച്ചെടി.
വല മിക്കവാറും വേറെ മേടിക്കേണ്ടി വരും. എന്താ വല പുതിയത് ഇടാ, അറ്റുപോയാലും. മേലെ കെട്ടിറക്കാം. മേലെ പക്ഷികൾ കയറുന്നുണ്ട് തുണി വിരിച്ചിടണോർത്ത്. അത് പോയല കാടാണ്, കാട്. അത് ചൊറിയും ചെലപ്പടാ. ആ കുഞ്ഞാവ് പറിച്ചു കൊടുത്ത മുഴുവനായേന്നോ? നേരത്തെ പറിച്ച ഭാഗം മുഴുവനായോ? പറിച്ചോ? ആ ബക്കറ്റത്തെ പുല്ല് ഒഴിവാക്ക്, തെങ്ങിന്റെ ഒട്ടിക്കിട്. തെങ്ങിനല്ല ഇനി തടം കെട്ടണം. ഇത് വലിച്ച് കളയാലേ? കളഞ്ഞൊരു വേറെ മേടിച്ചിടാം. മാറി തെങ്ങിൻ്റെ ഒട്ടത്തെ ചപ്പൊന്നും ഇനി മുറ്റത്താവാതെക്കാൻ റിങ് ഇടണം. കിണർ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരെ വിളിക്കേണ്ടി വരും. അതിന് ആൾക്കാരുണ്ടോ? ഓലിനിപ്പോ ഇറങ്ങും. ഇനി മഴക്കാലത്തൊന്നും ഇറങ്ങലുണ്ടാവില്ല. ഡ്രിമ്മർ വെച്ചിട്ടോ? കിണറ്റിലോട്ടാവും അത്. അതെങ്ങനെയായാലും അതിന്റെ ഇല ചാടൂലേക്ക്. കണ്ണിലോട്ട് മണ്ണായല്ലോ. എങ്ങനെ? കണ്ണിലോട്ട് മണ്ണായല്ലോ. പോയി ഒരല പോയി. പറക്കൂഞ്ഞാവേ മാറിക്ക് നിങ്ങളതിൻ്റെ ഉള്ളിലേക്ക് നോക്കണ്ട. നിങ്ങൾ നിലത്തുള്ള ഇത് നോക്കിയാൽ മതി. കുഞ്ഞ കുഞ്ഞ പുല്ലുകൾ പറിക്കാനാ പണി. കുഞ്ഞ കുഞ്ഞ പുല്ലുകൾ നീളത്തിലത് പോയേക്കണതിൻ്റെ ഇത്. ഈ കള്ളിച്ചെടി ഉണങ്ങിയിട്ടില്ലല്ലേ എന്നാള് വെട്ടിയിട്ടിട്ട്? സംഭവം ഇപ്പം കുറച്ചും കൂടി ഉണ്ട് ഇനി അതിനകത്ത്. ആ വടി എൻ്റെ തണ്ടില്ലേ അത് പോരുന്നില്ല. ആ കമ്പുകളൊക്കെ പെറുക്കി തെങ്ങിൻ്റെ ഒട്ടിക്കലടാ. കൈക്കോട്ടോടെ വെച്ചാണ്ട് ചൊറിയുന്നുണ്ട് ഇത് തട്ടിയിട്ട്. ആ സാധനം ചൊറിയണ. ഇനി എന്താ മുറിക്കേണ്ടത്? ഇനി മുറിക്കേണ്ടതോ ഈ ഇതിൻ്റെ ഇലകൾ തണ്ട് മൊത്തം പറിച്ച് കളയണം, ഒക്കെ അരിഞ്ഞ് കളയണം. വേണ്ട, ആ കിഴങ്ങുണ്ടാവുമല്ലോ അടിയിൽ,
അത് ഉണങ്ങി പോകുന്നില്ല. മഞ്ഞളും ഉണ്ട്, കസ്തൂരി മഞ്ഞളും ഉണ്ട്, മാങ്ങഞ്ചിയും ഉണ്ടാവും. എന്നാലേ ഒന്ന് തെളിയുള്ളൂ സ്ഥലം. എന്താ ചോദിച്ചോ കുഞ്ഞാവേ, ഈ കമ്പുകളൊക്കെ പെറുക്കി തെങ്ങിൻ്റെ ഒട്ടിക്കിട്ടാ. ചൊറിയണമെന്നല്ലല്ലോ. അങ്ങനെ ചൊറിയൊന്നുമില്ല. ആ കമ്പണ്ട് പിടിച്ചാണ്ട് വലിച്ചു കൊണ്ടേക്കളാ. മിറ്റത്തേക്ക് ഇടരുത് കേട്ടോ, അതിന്റെ മേലേക്ക് ഇടണം. ഇതെന്താണ് സംഭവം? മഞ്ഞളോ അതോ കൂവേ? കസ്തൂരി മഞ്ഞളാവും. ഒന്ന് കൂവേണാവോ? മേലെ ലാഡർ എടുത്ത് വെച്ചിട്ടുണ്ടോ അമ്മി? അതവിടെ ഉണ്ട് പറഞ്ഞു. സിറ്റ് ഔട്ടിലോ? പുറത്ത്. ഈ കാന്താരി വെട്ടരുത് കേട്ടോ, കണ്ടില്ലെങ്കിൽ വെട്ടിപ്പോവും കേട്ടോ. ഏത്? ഇതാ നോക്ക്, ഇത് പൂവിടുന്നുണ്ട്, കളയരുത്. ഇങ്ങനത്തെ ഈ സാധനമൊക്കെ എടുത്ത് അതൊക്കെ ഞാൻ അങ്ങോട്ട് കാണുന്നോടത്തേക്ക് ഇട്ടാ. അപ്പൊ പെറുക്കിഞ്ഞ് പഴയതിലിട്ട് ഇതിൻ്റെ തണ്ട് മുറിക്കണോ? എന്താണ് വേണ്ടല്ലേ? സപ്പോട്ടെ? സപ്പോട്ട കാണുന്നോട്ടോ അത്. ഇതോ? ആ, ഇനി ചക്കപ്പഴത്തിന്റെ കൊമ്പുകൾ വെട്ടാനാ. നമുക്ക് കയറി അങ്ങനെ. അങ്ങനെ ചതച്ച് കളയല്ലോ ഞാവേ, പറിച്ച് കളയും. കിണറേ, കിണറിൻ്റെ എത്ര ആവുള്ളൂ? ആ മതി. ഞാൻ ഇലയൊക്കെ അതിൻ്റെ ചോട്ടിക്ക് കൊത്തിയിട്ടിട്ട് കമ്പ് നമുക്ക് വിറകിന് ഇങ്ങോട്ട് മാറ്റിയിട്ടാൽ മതി. എൻ്റെ തെങ്ങിൻ്റെ ചോട്ടിൽ കുറേ കമ്പുകൾ വറക്കും. ഓരോന്നോരോന്ന് വലിച്ചു പോവും പറ്റണത്. അത് വലുതാ. നിക്ക് അതിൻ്റെ ഇത് കൊത്തണോ? ആ, ഇതിൻ്റെ ഇത് കൊത്തണേ. ഇപ്പം ഇതിൻ്റെ എല്ലാം കൊത്തിയിടണം അയിമക്ക്. എന്നാ അവിടെ വെച്ചോ ഇവിടെ വയ്ക്കാം. അവിടെ ഇല കൊത്തണോ? അത് തണ്ടാന്ന്. ആ, കൊത്തണം. അങ്ങനെ ഇട്ടാൽ പണി പോളും. അത് ഞാൻ അപ്പുറത്തേക്ക് കൊത്തിയത്, അപ്പുറം ഭാഗത്തേക്ക് അങ്ങോട്ട് പോ. ഉണ്ട്. ആ ഇലകളൊക്കെ കൊഴിച്ചടിക്ക്.
ഇല്ല ഞാൻ ഇലകൾ മുറ്റത്ത് ഇവിടെ കൊഴിഞ്ഞാടും. വിറക് കുറേ ഉണ്ട്, പക്ഷേ കത്തിക്കാനുള്ളതില്ല. ഒരു പാകത്തിന് ഇവിടെ കൊത്തിയിട്, ഉണങ്ങിയാൽ പിന്നെ മുറിക്കാൻ ഗതിയിടല്ലേ. ആടെ വെച്ചു സമയം പോലെ എല്ലാം വാർപ്പിൻ്റെ മേലെ കൊണ്ടുപോയിട്ടാ ചെതലൊടിച്ച് പോവാതെ ഉണ്ടാവും വിറക്. ഇതിൻ്റെ മണ്ടയ്ക്ക് ഇടല്ലേ? എങ്ങോട്ട്? ഓരോന്നും ഇങ്ങോട്ട് വെക്ക്. ഇതാ ഇങ്ങോട്ടിട്ടോ, അങ്ങോട്ട്. ആ എന്തിനാ? അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാണും. പട്ടികൾ നടക്കണതാണ് അതിലെല്ലാം. അവിടെയൊക്കെ മൂത്രം ഒഴിച്ചും ഇതാക്കിയൊക്കെ ഇടും. എന്നിട്ട് ആ വെള്ളത്തിൽ ഇങ്ങനെ അളിച്ച് പിളിച്ച് നടക്കുക വളാന്ന്. എന്തിനാ? കഴിഞ്ഞോ? കഴിഞ്ഞു. അപ്പം നമ്മളെ വൃത്തിയാക്കൽ ഏകദേശമൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടോ. ഫുള്ള് കുറേ പുല്ലെല്ലാം പറിച്ച് കളഞ്ഞ് കുറച്ച് ഭാഗമൊക്കെ അടിച്ചു വാരിയിട്ടു. ഇത് വിറകിനുള്ള കിച്ചു പോയി ചോറുണ്ട് കടന്നുറങ്ങാൻ പോയി തോന്നുന്നു. കുളിക്കാൻ പോയത് തോന്നുന്നുണ്ട്. ചോറുണ്ടായിരുന്നോ? പുല്ലൊക്കെ പറിച്ചല്ലേ. ഇനിയിപ്പോ നമുക്ക് വളം കൊണ്ടുവച്ചിട്ടുണ്ടാവും. ചാണകപ്പൊടി എല്ലാം എടുത്ത് തെങ്ങിൻ്റെ ഓട്ടിക്കൊക്കെ ഇടണം. ബാക്കി മറ്റേ വളമൊക്കെ എടുത്ത് വാഴയ്ക്കിടണം. ഇനി വാഴേൻ്റെ ചോട് റൗണ്ടിൽ കൊത്തണ്ടേ? തടവാക്കി ആക്കേണ്ടി വരും അല്ലേ? ഇപ്പോൾ കൊത്തൽ റിസ്ക്കാണ്, മണ്ണ് നനഞ്ഞിരിക്കണ കാരണം. അപ്പം ഇനി അത് കൊത്തിയിട്ട് ഞാൻ വളം ഇടണം. ബാക്കി തോല് കൊത്തലും എല്ലാം കഴിഞ്ഞു. തെങ്ങിൻ്റെ ചൂടിൽ ഭയങ്കര ഇതായില്ലേ? നിറയെ പേര, കാട് എല്ലാം. മേലെ കൂടെ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കേ? ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇലെല്ലാം ചതഞ്ഞതായി പോലെ. അപ്പം ഞാൻ വളർത്തിട്ട് വരാം. വളർക്കാം. ചാക്ക്
മറ്റേ വളപ്പൊടീൻ്റെ ചാക്ക് കൊണ്ടുവരാൻ വയ്ക്കൂല കേട്ടോ. കൊത്തിക്കോള ഇതെങ്ങനെയാണോ ഇടല്? ആ മറ്റേ വളം എങ്ങനെ ഇടല്? ഇത് നമുക്ക് കുഴിച്ചൊരു സ്ഥലത്ത് കുഴിച്ചോണ്ട് വെച്ചാലോ? വളം കുടിച്ചാ വേണമെങ്കിൽ അവിടെ വന്നിട്ട് എടുത്ത് പോയിക്കോട്ടെ അല്ലേ? ഇടേ തെങ്ങിൻ്റെ കുഴിയാക്കൊന്നും വേണ്ട, റൗണ്ടിൽ ഇങ്ങനെ ചെറിയ ചാലാക്കിയാണ്ട് ഇട്ടിട്ട് പോയാൽ മതി. അതിലെ തൂമ്പോണ്ട് നടക്കൂല. മതി പോരെ? മതിയായിരിക്കും. ഇപ്രാവശ്യത്തെ കൃഷിക്ക് ഇങ്ങനെ മതി. അടുത്തതിൽ നമുക്ക് പിന്നെ സെറ്റാക്കാം. രണ്ട് മഴ നനയുമ്പോഴേക്കും അത് കുതിർന്നതിൽ അഴിഞ്ഞോളൂ അല്ലേ? തടണ്ടാക്കി വളടാ സ്ഥലമല്ലോ ഇപ്പോൾ. ഞാൻ അതിനൊത്ത ഇതിനും അതിൻ്റെ മുരട് നല്ല വണ്ണായില്ലേ? കുറച്ചുകൂടി കുറച്ചുകൂടി കല്ല് മാറ്റിക്കോ. മതി, കുറച്ച് മതി. സൈഡിൽ ഇങ്ങനെ ആക്കിയാൽ മതി. അല്ല അപ്പോൾ കൊത്തല് ഗതിയടാ. കണ്ണാടി ചവിട്ടി പൊട്ടിച്ചിടണം. എന്തിന് അങ്ങനെ കളയാ? ഈ വാഴനെ ഞാനന്നേ ഇവിടെ കുഴി വെറുതെ കിടക്കണ്ടപ്പോൾ ഇത് വെള്ളം നിൽക്കാനുള്ളതാണ് എനിക്ക് അറിയില്ലേന്ന്. ഞാനതിൽ കൊണ്ടുപോയിട്ടതാ ഈ കന്നിനെ. ഒത്തിരി താണില്ല. മണ്ണിന്റെ കാനം, മണ്ണിന്റെ കാനം. നമുക്ക് വെറുതെ ഇട്ടാ മതിയോ? അതിന് വെറുതെ ഇട്ടാ മതി. അവിടെ നിറയെ ചപ്പുണ്ട്. കുറച്ചിട്ടാ മതിട്ടെ. മറ്റേ എടുക്ക്. രണ്ടും കൂടി ഇടാൻ പറ്റുമോ? രണ്ടും കൂടി ഇടാൻ പറ്റുവെച്ചാ ഇടേണ്ടി വരും. അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ കുറേ ഇട്ടല്ലേ അല്ലേ? ഓവർ ഇട്ട് ചിലപ്പോൾ പോയെങ്കിലോ? ആ മറ്റേ ഇട്ടാ മതി. പുതിയതല്ലേ? കുറേശ്ശെ എങ്ങനെ ഇടല്? ഓരോ പിടി ഇങ്ങനെ ഇട്ട് കുറച്ച് ചീച്ചിറങ്ങനെ ഇടില്ല. 250 ഗ്രാം വെച്ചിട്ടിടാൻ പറഞ്ഞു. കൂടുവാണോ? അതുകൊണ്ട് ഇട്ടാ പോരെ? കൈ കൊള്ളോ? പറയാൻ പറ്റില്ല. ഇങ്ങനല്ലേ? മണ്ണിട്ടളാ പോരെ?
ഇത് ഇടണ്ട. ചാണകപ്പൊടിയോ? അതിന് വെറുതെ എൻ്റെ മേലെ വേണേ തരി. ഒലിച്ചു പോകുമോ? ഏയ് മഴ ഇല്ലാത്തപ്പോ ഞങ്ങൾ ഇവിടെ ഉണ്ടാവില്ല. ഞങ്ങൾ എപ്പോഴും ഉണ്ടാവില്ലല്ലോ. വളപ്പൊടി. ആ വളപ്പൊടി. അതിനോ കഴിഞ്ഞില്ലേ? ഇവിടെ എല്ലായി. അപ്പോൾ നമ്മളെ പണികൾ ഏകദേശം കഴിഞ്ഞ മട്ടാണ് കേട്ടോ. വളവിടലും കഴിഞ്ഞ് 2 വാഴക്കും കൂടി ശരിയായ ഇന്നത്തെ നമ്മളെ പണി കഴിഞ്ഞു. എപ്പോൾ ഇറങ്ങിയാൽ രാവിലെ ഇറങ്ങിയാലേ. ലാസ്റ്റ് ആയപ്പം കൈക്കോട്ടിൻ്റെ ആ സാധനം ഊരി പോന്നു. അപ്പം നമ്മളെ ഇപ്രാവശ്യത്തെ പണിയുണ്ട് കഴിഞ്ഞ്. അപ്പം ഇനിയിപ്പോൾ ഇത് നോക്കണ്ട. ഇനിയിപ്പോൾ അടുത്ത വരവിന് ഇനി കുറച്ച് കാട് എന്തെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൂ. പിന്നെ മഴ മാറി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഇൻ്റർലോക്ക് എപ്പോഴും ഇൻ്റർലോക്ക് എന്നാണ് സാധനത്തിന് വരുന്നത്. മഴ കുറച്ച് കുറഞ്ഞിട്ട് മതിൽ കെട്ടണം. കോൺക്രീറ്റ് എല്ലാം ചെയ്തിട്ടേക്കാണ് എല്ലാം ഇറക്കിയിട്ട്. ഈ മതിൽ കെട്ടി കഴിഞ്ഞിട്ട് വേണം മിറ്റം സെറ്റാക്കാൻ. അപ്പം എന്നാൽ ചങ്കളെ നമ്മളെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതെ, ബൈ.